ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ബാധിച്ച അല്ലെങ്കിൽ പ്രേതബാധയുള്ള ഒരു കാർ. ഈ ഒരു പ്ലോട്ടിൽ ഇഷ്ടം പോലെ സിനിമകൾ പല ഭാഷകളായിട്ട് നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. ആ സിനിമകളുടെ എല്ലാം ബേസിക് പ്ലോട്ടിന് കാരണമായ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഒരു ഒറിജിനൽ അല്ലെങ്കിൽ മൂലകഥ എന്ന് പറയാവുന്ന ഒരു ഹോളിവുഡ് ഹൊറർ ത്രില്ലറാണ് ഇത് നമ്മൾ പറയുന്നത്. സോ പഴയ സിനിമകളുടെ റെക്കമെൻഡേഷൻ ആണ് ഈ വീഡിയോ. ടീനേജുകാരനായ ഓണിയുടെ കഥയാണിത്. സ്കൂളിൽ അത്ര വലിയ പോപ്പുലർ ഒന്നുമല്ലാത്ത, എല്ലാവരും എപ്പോഴും ബുള്ളിങ് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ്. പക്ഷെ അവന്റെ ലൈഫ് തന്നെ ആകെ മാറി മറിയുകയാണ്. അതിന് കാരണം അവനൊരു പഴയ കാർ വാങ്ങുന്നതാണ്. ഒരു ക്ലാസിക് ചെറി റെഡ് 1958 മോഡൽ കാറാണ്. പ്ലിമിത് ഫ്യൂറി കാറാണ്. കാറിന് ഒരു പേരുമുണ്ട്, ക്രിസ്റ്റീൻ. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ നമ്മുടെ നായകനറിയാത്ത ഒരു രഹസ്യം ആ കാറിനുണ്ടായിരുന്നു. അത് ഒരു സൈക്കോ ആയിരുന്നു എന്നുള്ളതാണത്. തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി ഈ പടം കാണുക. ചിത്രം 1983 ഇറങ്ങിയ ഹോളിവുഡ് ഹൊറർ ത്രില്ലർ ക്രിസ്റ്റീൻ. ആ കാറ് കാണാൻ തന്നെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയുമാണ്. പേഴ്സണലി എനിക്ക് 80s പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തെ ആ ഒരു ഡ്രസ്സ്, ആൾക്കാരുടെ ലുക്ക്, കെട്ടിടം, സ്ഥലങ്ങൾ, കാറുകൾ ഒക്കെ കാണാനായിട്ടൊരു വല്ലാത്ത ഭംഗിയാണ്. ഞാനൊരു 80s കാലഘട്ടത്തിന്റെ ആരാധകനാണെന്ന് പറയാം. സ്റ്റീഫൻ കിങ്ങിന്റെ ക്രിസ്റ്റീൻ എന്ന നോവലിനെ ബേസ് ചെയ്താണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ പുള്ളിയുടെ ബുക്ക് റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ പടത്തിന്റെ പ്രൊഡക്ഷനും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അത്രയ്ക്കും സ്വാധീനം സ്റ്റീഫൻ കിങ്ങിന്റെ ത്രില്ലറുകൾക്ക്, നോവലുകൾക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ജോൺ കാർപ്പന്റർ ആണ് ഇതിന്റെ ഡയറക്ടർ. ദ തിങ്, ദ ഫോഗ്, ഹാലോവീൻ, സ്റ്റാർമാൻ തുടങ്ങിയ പഴയ നിരവധി കൾട്ട് ഫോളോയിങ് ഹൊറർ ത്രില്ലറുകളുടെയൊക്കെ സംവിധായകനാണ്. ഇതിന്റെ റിലീസും ബോക്സ് ഓഫീസ് പ്രകടനങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ 1983 ഡിസംബർ 9 1045 തിയേറ്ററുകളിലായിട്ട് നോർത്ത് അമേരിക്കയിൽ ഈ പടം റിലീസാവുന്നത്. ഓപ്പണിംഗ് വീക്കെൻഡിൽ തന്നെ 4ാം സ്ഥാനത്ത് പടം ഉണ്ടായിരുന്നു. ഫസ്റ്റ് വീക്കെൻഡിൽ തന്നെ $3 മില്യൺ അങ്ങാണ്ട് പടം കളക്ട് ചെയ്തിട്ടുണ്ട്. 10 മില്യൺ ബജറ്റിൽ വന്ന പടം 21 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. ക്രിട്ടിക്സിന്റെ ഭാഗത്തു നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് വന്നിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഒരു കൾട്ട് ക്ലാസിക് പദവി ഈ പടത്തിന് ലഭിക്കുകയും ചെയ്തു. കീത്ത് ഗോർഡൻ ആണ് ഈ പടത്തിലെ നായകൻ ഓണിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. പാവം പിടിച്ച ഒരു ബുദ്ധിജീവി ഇമേജ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി നൈസായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അലക്സാൻഡ്ര പോൾ ആണ് ഇതിന്റെ ഫീമെയിൽ ലീഡായിട്ട് വന്നിട്ടുള്ളത്. ജോൺ സ്റ്റോക്ക്വെൽ, കെല്ലി പ്രസ്റ്റൺ, റോബർട്ട് പെറോസ്കി, റോബർട്ട് ബ്ലോസംസ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു 1958 മോഡൽ പ്ലിമിത് ഫ്യൂറി കാറാണ്. നായകൻ ഈ കാർ ഓടിക്കാൻ കുറച്ച് പാടായിരുന്നു എന്ന് ഞാൻ വായിച്ചായിരുന്നു. പടം ഇറങ്ങിയ കാലഘട്ടം നോക്കുമ്പോൾ ടെക്നിക്കലി നൈസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ക്രിസ്റ്റീൻ. തകർന്ന കാർ തന്നെ റിപ്പയർഡ് ആയിട്ട് വരുന്ന, ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പയർഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതാണ് കാണിച്ചിരിക്കുന്നത്. തകർത്തിട്ട് റിവേഴ്സ് സ്പീഡിലൊക്കെ ചെയ്തൊക്കെയാണ്. പക്ഷെ ഭയങ്കര നൈസ് ആയിരുന്നു. പിന്നെ ഈ പടം പൂർണ്ണമായിട്ടും ലോസ് ആഞ്ചലസിൽ ഷൂട്ട് ചെയ്ത പടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ കാലഘട്ടം കാണാനായിട്ട് ഭയങ്കര രസമാണ്. ക്യാമറ എഡിറ്റിംഗ് ഒക്കെ നല്ലതാണ്. കാർ സ്റ്റണ്ട് എല്ലാം കൊറിയോ ചെയ്തിരിക്കുന്നത് സ്റ്റണ്ട് കോർഡിനേറ്റർ ടെറി ലിയോണാർഡ് ആണ്. കാർ മുഴുവൻ ഇങ്ങനെ തീ കത്തിയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കിടലൻ സീനൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഒരു റെട്രോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പടത്തിലുണ്ട്. അതും പൊളിയാണ്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് പറഞ്ഞാൽ ഇന്ന് ഈ പടം കാണുമ്പോൾ ഭയങ്കര പുതുമയൊന്നും ചിലപ്പോൾ തോന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്ലോട്ട് വെച്ചിട്ട് മലയാളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ പല ഭാഷകളിൽ തന്നെ നിരവധി പടങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇതൊരു ക്ലീഷ അല്ലേ എന്ന് ഇന്ന് കാണുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം. ഇറങ്ങിയ ഒരു കാലഘട്ടം പരിഗണിച്ച് പടം കാണുക. അപ്പോൾ ഇതാണ് അങ്ങനെ വന്ന പല പടങ്ങളുടെയും ഒറിജിനൽ എന്നും മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഒരു കിടിലൻ ക്ലാസിക് ഹൊറർ പടമാണ് ക്രിസ്റ്റീൻ. ഞാനൊരു 10-15 വർഷം മുമ്പ് TV-യിൽ കണ്ടാണ് ഈ പടം, HBO-യിലോ മറ്റോ. പിന്നെ ലോക്ക്ഡൌൺ കാലത്ത് വീണ്ടും കണ്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റിൽ കാണാം. അതും അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ നോക്കുക. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ പടം 18+ ആണ്. ഹൊറർ പടം ആയതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ ഭയങ്കര ഹൊറർ ത്രില്ലർ എന്ന് പറയാൻ മാത്രം ഭയങ്കര വയലൻസ് ഒന്നും പടത്തിൽ കാണിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ ഇതിൽ 18+ സീൻസ് ഉണ്ട്, സെക്സ് ന്യൂഡിറ്റി സീൻസ് ഒക്കെ ഉണ്ട്, F വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അന്ന് R റേറ്റഡ് കൊടുത്തത്. അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.